നമ്മൾ ഇന്നത്തെ വീഡിയോയും ഒരു മൊബൈൽ സെറ്റിങ്ങിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വന്നാൽ ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വീഡിയോ ഡൗൺലോഡിലിട്ടു, ആ സമയത്തായിരിക്കും നമുക്കൊരു കോൾ വരുന്നത്. ആ ഒരു കോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡൗൺലോഡിങ് അവിടെ സ്റ്റോപ്പ് ആകും. പിന്നെ നമുക്ക് ആ ഒരു കോൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഡൗൺലോഡിങ് തുടരാൻ കഴിയുള്ളൂ, അതായത് ഇൻ്റർനെറ്റിൻ്റെ സേവനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കോൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോൾ കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, അതായത് ഇൻ്റർനെറ്റിൻ്റെ സേവനം വേണം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടിപ്സ്, അതായത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ മൊബൈൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിം കാർഡ്സ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്മുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ 4Gയിലേക്ക് മാറ്റാനൊക്കെയുള്ള ഓപ്ഷൻസുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭ്യമാണ്. ഇവിടെ നമ്മൾ 2 സിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 സിം കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു സിം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ ഏതൊരു സിമ്മിലാണോ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് പോയിന്റ് നെയിം എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിം ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു സിമ്മിന് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ആക്സസ് പോയിന്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബീറർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി നമ്മുടെ മൊബൈൽ അൺസ്പെസിഫൈഡ് എന്ന ഒരു ഓപ്ഷനിലായിരിക്കും എനേബിൾ ചെയ്തിരിക്കുക. നമ്മളത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ തൊട്ട് താഴെ നമുക്ക് LTE എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് കോൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങളൊരു കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.